വിൽക്കുന്നുണ്ട്. ഇപ്പൊ നല്ല ഡ്രസ് ഇട്ടിരിക്കണത്തെ അതാണ് വാങ്ങി വെച്ചതല്ലാതെ കൊടുക്കൊന്നും വേണ്ട അല്ലാതെ പുതിയ ഡ്രസ്സൊക്കെ എങ്ങനെ അയൺ ചെയ്യണം? എന്തിനാ ഇഷ്യൂ ഇതൊക്കെ അയൺ ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ അയൺ ചെയ്യേണ്ട ആവശ്യമോ? അപ്പൊ ഉമ്മച്ചി പറയാണ് അല്ല ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കല്ലോ, ഒരു വീഡിയോ എടുക്കല്ലോ, ഫോട്ടോ എടുക്കാൻ വേണ്ടി കമ്മൽ എടുക്ക. ആരെങ്കിലും ഒരാളെ പാട്ട് വെക്ക്. അമ്രിക്കുട്ടിനെ അമ്രിക്കുട്ടി വലിയ കുട്ടിയായിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ അമ്രിക്കുട്ടിനെ അടുത്ത പ്രാവശ്യം പോകുമ്പോ നമ്മള് ഇരിക്കല്ലേ കുഴപ്പമില്ല. ഉമ്മച്ചിയാണോ അമ്പിക്കുട്ടിയാണോ ബാക്കിൽ ഇരിക്കണ്ടേ? അമ്മച്ചിന്ന് പറയുന്നത്. അപ്പൊ ഗൈസ് ഞങ്ങള് അമ്രിക്കുട്ടിനെ ഫോട്ടോ എടുക്കാൻ പോവാണ്. അതിന്റെ ഇടയിൽ കുമ്മനടിച്ചിട്ട് ഒരാള് ഫോട്ടോ എടുക്കാനും വേണ്ടി ഒരുക്കിയിരിക്കുന്നുണ്ട്. ഇപ്പൊ നല്ല ഡ്രസ് ഇട്ടിരിക്കണത്തെ ഞങ്ങൾ അമ്രിയുടെ ഡ്രസ് എടുക്കാനും വേണ്ടി ഒരുങ്ങിയിരുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വലിയ അമ്മായി ആയാണ്ട് കുമ്മനടിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിങ്ങനെ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാന്നായിരുന്നു. കുമ്മനടിച്ച വീഡിയോ എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് ഗൈസ്. ഹീറോ ആരാണ്? എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ വേണ്ടേ? ഹീറോയിൻ. അതെ ഹീറോയിന് മാത്രമുള്ള വീഡിയോ തന്നെ. കുട്ടിയെ നമ്മളെ എങ്ങോട്ടാ പോണേ? നിങ്ങളെന്താ സംസാരിക്കാത്തേ? സംസാരിക്കോ? കാര്യം കാണണല്ലോ. അതുകൊണ്ടല്ല, നിങ്ങൾ സംഭവം നല്ല പോക്കാ പോണത്. എനിക്കത് കഴിഞ്ഞോണ്ട് എന്റെ കോൺസെൻട്രേഷൻ ഫുള്ള് ഫോൺ മക്കളെ വരുന്നത്. അതാണ് വാങ്ങി വെച്ചതല്ലാതെ കൊടുക്കൊന്നും വേണ്ട അല്ലാതെ അമ്പിക്കുട്ടിന്റെ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ ഒരുങ്ങിയത്. അതിന്റെ ഇടയിൽ ഉമ്മച്ചിണ്ട്. അമ്പിക്കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോണ്ട് പുതിയ ഡ്രസ്സൊക്കെ എങ്ങനെ അയൺ ചെയ്യണം? എന്തിനാ ഇഷ്യൂ ഇതൊക്കെ അയൺ ചെയ്യുന്നത്? എന്തിനാ ഇങ്ങനെ അയൺ ചെയ്യേണ്ട ആവശ്യമോ? അപ്പൊ ഉമ്മച്ചി പറയാണ് അല്ല ഇപ്പൊ ഒരു ഫോട്ടോ എടുക്കല്ലോ, ഒരു വീഡിയോ എടുക്കല്ലോ. നേരല്ല ഒരു വെടിക്ക് 30 ഷോ ആണ്. അതെത്തോന്നാവോ? അതെത്തോ അറിയില്ല. കറക്റ്റ് കമ്മൽ എടുക്ക. ആരെങ്കിലും ഒരാളെ പാട്ട് വെക്ക്. നമ്മളെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടാണ്. കമ്മലിട്ട് രസമില്ല. അപ്പൊ ആദ്യം നമ്മൾ എങ്ങോട്ട് പോകണം? ആദ്യം ദീദിയാണ് ഫോട്ടോഗ്രാഫേഴ്സ്. അപ്പൊ ദീദിനെ കൂട്ടണ്ടേ? ആദ്യം ദീദിനെ കൂട്ടല്ലേ? പോണ്ട് എന്നത്തെയും പോലെ ഞങ്ങൾ നേരം വൈകി പടത്തിന് പോയി. പടത്തിനെത്തി ഒരു 5 മിനിറ്റ് നഷ്ടമായി. 5 മിനിറ്റ് വലിയൊരു നഷ്ടമായോ എന്നൊരു സംശയം ഉണ്ടോ? അതായത് കഥ എന്താന്ന് മനസ്സിലായില്ലല്ലോ. DC-യില് കണ്ടവരുണ്ട് ഈ അഭിപ്രായം പറയട്ടോ. അതായത് DC-യില് പിന്നെ ലോകേഷിന് എന്താണ് അതിലൂടെ പേരെന്താ? ലോകേഷിന്റെ ദാസിനെ അയക്ക് ആ ഒരു ക്രൂരായിട്ടുള്ള ആ ഒരു എന്താ പറയാ എല്ലാം ചോദിക്കണേ. ഓരോ ആ ഒരു ഇതിലേക്ക് എത്തിക്കാൻ കാരണം ഉണ്ടാവുമല്ലോ. എന്താ നിങ്ങൾക്കൊരു കുറ്റം? ഞങ്ങൾ കണ്ടത് എവിടെയാന്ന് വെച്ചാല് ഓരാദ്യം തന്നെ ആ പോലീസ് ജീപ്പ് ആ ഭാഗത്ത് വന്ന് അല്ലേ ഇതാക്കുന്നതും അങ്ങോട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നതും. പക്ഷെ അതിക്ക് കൊണ്ടുപോയ സംഭവം എന്താന്ന് നമുക്കൊരു പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഓല് എന്തിനാണ് അവന്റെ ഫാമിലിക്ക് എന്തോ സംഭവിച്ചിരിക്കണേ, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയി മാറിയത്. ആ 5 മിനിറ്റാണ് നമുക്ക് നഷ്ടമായി. ഒരച്ഛൻ അവനോട് മിണ്ടാക്കാൻ കാരണം എന്താ? അതന്നെയാണ് അവന്റെ അച്ഛനെ പറഞ്ഞ പോലെ അവൻ കേട്ടില്ല. അവന്റെ അച്ഛൻ അവനെ നല്ല രീതിയിൽ പഠിക്കാൻ വന്ന പക്ഷെ അവൻ പഠിച്ചില്ല, അങ്ങനെ നടന്നു. അതുകൊണ്ടാണ് DC കണ്ടേ. DC പൊട്ടനെ ഒന്നും മനസ്സിലായിട്ടില്ല. ഇവിടെ ഞങ്ങള് പാട്ട് പാടുകയാണ്.
ഇവിടെ വാട്ടാണ് ഇതാ വാട്ടാ ഇവിടെ വാട്ടാണ് കാണാൻ അതെ ഗൈസ്, ഇന്നൊരു കോമഡി. ഇന്ന് ഞങ്ങള് വഴുതന വിറ്റ് തിരഞ്ഞു നടന്നു. അങ്ങനെ നേരെ സ്റ്റാൻഡിൽ കയറി കിട്ടിയില്ല, റോട്ടിലേക്ക് ഇറങ്ങി കിട്ടിയില്ല, കൊറേ കുട്ടികളുടെ കടയിൽ പോയി കിട്ടിയില്ല. സൺഡേ ആയതുകൊണ്ട് ഓപ്പൺ അല്ല. അതെ, മറ്റിടത്ത് പോയി രാവിലെ സെർച്ച് ചെയ്തു കിട്ടിയില്ല. എന്നിട്ട് വിറ്റ് കിട്ടിയോ? കിട്ടിയില്ല. കിട്ടിയില്ല. ഇതാണ് ഇന്ന് നടന്നത്. അതെ ഇന്നത്തെ ഞായറാഴ്ച നാളെ എന്ത് ചെയ്യും? ഇതിന് വേണ്ടിയിട്ട് നടന്ന ഞായറാഴ്ചയായിരുന്നു ഗൈസ്. കാണുന്നുണ്ട് ഇരുക്കത്തിൽ. അത് മാത്രമല്ല, ഇന്നത്തെ ഞായറാഴ്ചക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഐശ്വര്യ ആകെ തളർന്നു. എനിക്ക് ഞാൻ ഒരു സൺഡേയും ഐശ്വര്യ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് ഐശ്വര്യ അല്ലാതെ കാട്ടും. ഇന്ന് ഞാൻ ഐശ്വര്യന് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പൊ ഐശ്വര്യ തളർത്തി തന്നു. വേറൊന്നുമില്ല, ഞാൻ ആകെ തലവേദന വന്ന് ഛർദിച്ചാകെ ഒരു വിധായി നിൽക്കണം. ഈ വീഡിയോ എടുക്കുന്ന പോലെ കണ്ടിട്ട് തന്നെ വ്ളോഗ് ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. എന്ത് ചെയ്യാനാ? അപ്പൊ ഗൈസ്, തലവേദന ഉണ്ട്. ബൈ ബൈ. അമ്മിക്കുട്ടി മൈലാഞ്ചി പൊളിക്കുന്ന തരത്തില. അമ്പിക്കുട്ടി മെയിലാഞ്ചി പാറ്റിക്കുന്ന മെയിലാഞ്ചി പൊളിക്കാണ് ഗൈസ് വണ്ടിയിൽ. മെയിലാഞ്ചി എങ്ങനെ ഫ്രണ്ട്സ് കാണിച്ചു കൊടുക്കോ? മെയിലാഞ്ചി ഇഷ്ടമായില്ലെങ്കിൽ നല്ല രസമുണ്ടല്ലേ? അടിപൊളിയാണ്. ഞങ്ങൾ രാവിലെ പുറപ്പെട്ട് ശേഷം ഞങ്ങൾ ബീച്ച് കഴിഞ്ഞ് വിറ്റ് തിരഞ്ഞ് ഒരുപാട് നടന്നേ തിരിച്ചു പോന്നു. തിരിച്ചു പോകുന്ന ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞ് വീട്ടിക്ക് രാവിലെ ജോലിയിലേക്ക് കേൾക്കുന്നു. ഐശു ഹൗസ് വർക്കായിട്ടും ഐശു ഹോം വർക്കായിട്ടും ഞാൻ ഷോപ്പ് വർക്ക് ഹോം വർക്കായിട്ടും നാളെ സ്കൂൾ വർക്കില് നെക്സ്റ്റ് വീക്കെൻഡ് വരെ അങ്ങനെ പോകും. ഐശു ഓക്കെ ഗൈസ്, ബൈ ബൈ. ഒരു തലവേദന എന്തെങ്കിലും ഒന്ന് പറയാൻ പോലും കഴിയില്ല. അതാണ് ഒന്നാമത്. ഓക്കെ, ബൈ ബൈ.